ഹലോ ഫ്രണ്ട്സ്, ഹോം ട്യൂട്ടറിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ടീച്ചർ നീപനപ്പൻ. അപ്പോൾ നമുക്കിന്ന് എന്ത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം. സോ 8th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റർ 1 ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇന്ന് പാർട്ട് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പർപ്പസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉപയോഗം, അതാണ് ഇന്ന് നമ്മുടെ ടോപ്പിക്. Today, most countries in the world have a constitution. So, ഈ ഒരു കാലഘട്ടത്തിൽ മിക്ക രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. While all democratic countries are likely to have a constitution, it is not necessary that all countries that have a constitution are democratic. So, എല്ലാ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനാധിപത്യ വ്യവസ്ഥ ഉള്ള ഒരു രാജ്യം, ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന, ജനങ്ങളാൽ ഇലക്ട് ചെയ്ത് അവരുടെ റെപ്രസെൻറ്റേഷൻ എല്ലായിടത്തുമുള്ള ഒരു രാജ്യം അല്ലേ. അപ്പോൾ ജനങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ആ ഒരു രാജ്യത്തിൻ്റെ ഹെഡും. ഈ ഒരു രാജ്യത്തിനാണ് നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഏതൊരു രാജ്യത്തിനും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ അവയെല്ലാം ഡെമോക്രാറ്റിക് ആവണമെന്നില്ല. ഇപ്പോൾ ഒരു രാജ്യത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആവണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷേ ഇത്രയും ഉള്ളൂ, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങൾക്കെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ആ രാജ്യം ഡെമോക്രാറ്റിക് ആവണമെന്ന് ഇല്ല. ആ രാജ്യം വേണമെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലാവാം, ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഭരണമുള്ളിടത്താവാം. ഇപ്പോൾ നേപ്പാളിൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവാം, പക്ഷേ അവിടെ രാജഭരണമാണുള്ളത്. ഈ റീസെൻ്റ് ആയിട്ടാണ് പ്രധാനമന്ത്രിയും ബാക്കി മിനിസ്റ്റേഴ്സ് എല്ലാം അവിടെ ഒരു പവറിലേക്ക് എത്തുന്നത്. സോ മിക്ക രാജ്യങ്ങൾക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പക്ഷേ അവിടെ ഡെമോക്രസി ഇല്ല. അപ്പോൾ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ സെർവ്സ് സെവറൽ പേർപ്പസസ്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിന് അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. First, it lays out certain ideals that form the basis of the kind of country that we as citizens aspire to live in. അപ്പോൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഐഡിയ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിൽ ഒരു സിറ്റിസൺ എങ്ങനെ ജീവിക്കണം, ആ ഒരു സിറ്റിസണിന് ജീവിക്കാനുള്ളൊരു കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പൊതുവായിട്ടുള്ളൊരു തത്വം ഇത്രയും മാത്രമേ ഉള്ളൂ. ആ ഒരു രാജ്യത്തിലെ സിറ്റിസൺസ് അവർക്ക് കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ കഴിയണം, അതിനുവേണ്ടിയുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കാനാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെയിനായിട്ട് നിലകൊള്ളുന്നത്. Or put another way, a constitution tells us what the fundamental nature of our society is. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്ത് പറഞ്ഞു തരും? ഒരു സൊസൈറ്റിയുടെ ഫണ്ടമെൻ്റൽ നേച്ചർ എന്താണ്, ആ സൊസൈറ്റി എങ്ങനെയാണ് ഗൈഡ് ചെയ്ത് പോകുന്നത്, ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നവരുടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ക്യാരക്ടർ എന്താണ്, ഇവയൊക്കെ പറഞ്ഞു തരുന്ന ഒരു വസ്തുവും കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. A country is usually made up of different communities of people who share certain beliefs but may not necessarily agree on all issues. വിവിധ തരത്തിലുള്ള ആൾക്കാരുടെ ഗ്രൂപ്പുകൾ കൂടി ചേരുന്നതാണ് ഒരു രാജ്യം. പല പല സൊസൈറ്റീസ് ഉണ്ട്, ചെറിയ ചെറിയ വില്ലേജസ് ഉണ്ട്, അവിടെയൊക്കെ ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത് അല്ലേ. നമ്മൾ സോഷ്യൽ ബീയിങ് ആണ്, നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് വിശ്വാസങ്ങൾ, കുറച്ച് തീരുമാനങ്ങൾ, കുറച്ച് നിയമങ്ങൾ എല്ലാം ഉള്ളവരാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എല്ലാ ജനങ്ങളും എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ എഗ്രി ചെയ്യണം, സമ്മതിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. A constitution helps serve as a set of rules and principles that all persons in a country can agree upon as a basis of the way in which they want the country to be governed. ഇവിടെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പല രീതിയിലുള്ള ജനങ്ങൾ, പല രീതിയിലുള്ള ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ഇങ്ങനെ ഉള്ള ഒരു കോമൺ ഐഡിയ ഉണ്ടാവാം. എന്നാൽ പല രീതിയിലുള്ള അവർ തീരുമാനങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കാം, അവർ ഫോളോ ചെയ്യുന്ന കസ്റ്റംസ്, ട്രഡീഷൻ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന ഈ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരെ എല്ലാം അഗ്രി ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്.
ഓരോ വ്യക്തിയും എങ്ങനെയാണോ എൻ്റെ രാജ്യം ഉണ്ടാവേണ്ടത്, ഏത് രീതിയിലാണോ എൻ്റെ രാജ്യം മുന്നോട്ട് പോകേണ്ടത്, ഏത് രീതിയിലാണോ എനിക്ക് ഈ രാജ്യത്തിൽ ജീവിക്കാൻ കംഫർട്ടബിളായിട്ട് കഴിയുന്നത് എന്ന് ചിന്തിക്കുന്നത്, ആ ഒരു രീതിയിൽ ഫോമുലേറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള റൂൾസും പ്രിൻസിപ്പിൾസും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. This includes not only the type of government but also an agreement on certain ideals that they all believe the country should uphold. അപ്പോൾ ഏത് തരത്തിലുള്ള ഗവൺമെൻറ്റാണ് നമ്മൾ ഭരിക്കേണ്ടത്, ഏത് സിസ്റ്റമാണ് അവിടെ റൂൾ ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ള ബ്യൂറോക്രസിയാണ് ഉണ്ടാവേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങുകൾ എങ്ങനെ വർക്ക് ചെയ്യണം അത് മാത്രമല്ല, പിന്നെ എന്തുമാത്രമുണ്ട്, ഒരു രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ സ്വന്തമായിട്ട് നമുക്കൊരു ബിലീഫ് ഉണ്ടല്ലേ, എൻ്റെ രാജ്യം എങ്ങനെയായിരിക്കണം, ആ രാജ്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു ബേസിക് ഐഡിയാസ് ഉണ്ട്. ഇവയെല്ലാം ഉൾക്കൊള്ളുന്നത് കൂടിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഡോക്യുമെന്റ്. Let us try and understand what we mean by this through two contrasting situations in the recent history of Nepal, a country that borders India on the north. അപ്പോൾ നമുക്ക് ഈ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്ത് എക്സാമ്പിൾ വെച്ചിട്ട്? നേപ്പാളിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്, ഒരു റീസെൻ്റ് ആയിട്ടുള്ള നേപ്പാളിൽ നടന്ന ചെറിയ മാറ്റങ്ങൾ, അവിടുത്തെ ഒരു ചരിത്രം, നേപ്പാളിൻ്റെ ചരിത്രം നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, അതായത് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോ ഗവൺമെൻറ് റൺ ചെയ്യുന്നതോ കാര്യങ്ങൾ മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അതുകൂടാതെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത്, ഒരു വ്യക്തി എങ്ങനെയാണ് ആ ഒരു ആളുടെ രാജ്യം എന്താ പറയുക മുന്നോട്ട് പോകേണ്ടത് എന്ന് ബിലീവ് ചെയ്തിരിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന സാധനമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന് പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? ബെസ്റ്റ് എക്സാമ്പിളാണ് നേപ്പാളിൽ ഈ അടുത്ത് നടന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നേപ്പാൾ എവിടെയാണുള്ളത്? ഇന്ത്യയുടെ നോർത്തേൺ ബോർഡറാണ് നേപ്പാൾ. നമുക്കറിയാം അല്ലേ, ഹിമാലയ മൊത്തം ഇങ്ങനെ കിടക്കുന്നത് നേപ്പാളിൻ്റെയും ഇന്ത്യയുടെയും ഇടയിലായിട്ടാണ്. സോ മൗണ്ട് എവറസ്റ്റ് ഹയസ്റ്റ് പീക്കാണ്, അതെവിടെയാണ് വരുന്നത്? നേപ്പാളിലാണ്. അപ്പോൾ നോർത്തേൺ ബോർഡറാണ് ഇന്ത്യയുടെ നേപ്പാൾ. Until quite recently, Nepal was a monarchy. ഈ അടുത്ത കാലത്ത് വരെയും നേപ്പാൾ ഭരിച്ചിരുന്നത് രാജാവായിരുന്നു, അല്ലെങ്കിൽ രാജകുടുംബത്തിൻ്റെ കീഴിലായിരുന്നു നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം. The previous constitution of Nepal, which had been adopted in 1990, reflected the fact that the final authority rested with the king. അപ്പോൾ നേപ്പാളിൽ 1990 ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നേപ്പാളിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയായിരുന്നു. ഇതിൽ പ്രത്യേകം പറയുന്നത് ഇത്ര മാത്രമാണ്: എന്തൊക്കെ നടന്നാലും എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നാലും അതിന് ഫൈനൽ അതോറിറ്റി, ഏതൊരു കാര്യത്തിലും ഫൈനൽ ഡിസിഷൻ എടുക്കാൻ കഴിയുന്നത് അവിടുത്തെ രാജാവിന് തന്നെയായിരിക്കും. A people's movement in Nepal fought for several decades to establish democracy, and in 2006 they finally succeeded in putting an end to the powers of the king. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആർക്കും ആഗ്രഹമില്ല അല്ലേ? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി ഉണ്ട്, എന്നിട്ടും രാജഭരണം തന്നെയാണ് അവിടെ നിൽക്കുന്നത്, രാജാവിൻ്റെ ഡിസിഷൻസ് ആണ് അപ്പോഴും നിൽക്കുന്നത്. സോ അങ്ങനെ ഒരു കാര്യം അവർക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, പീപ്പിൾസ് മൂവ്മെൻറ്റ്. അപ്പോൾ നേപ്പാൾ ഉടനീളം ആ ഒരു പീപ്പിൾസ് മൂവ്മെൻറ്റ് പ്രചരിച്ചു. അതിന് കുറേ വർഷങ്ങൾക്ക് ശേഷം, കുറേ ഡെക്കേഡ്സിന് ശേഷം 2006 അവിടെ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഉണ്ടായത്. കൂടാതെ രാജാവിൻ്റെ പവേഴ്സ്, രാജാവിൻ്റെ ഭരണം ഇവയൊക്കെയും ഏകദേശം ഒരു അറുതി വരുത്തുകയും ചെയ്തു. Now the people have to write a new constitution to establish Nepal as a democracy. അപ്പോൾ ഇത്രയും നാൾ അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ രാജാവിൻ്റെ അധീനതയിലായിരുന്നു. അപ്പോൾ 2006 ഡെമോക്രസി വന്നു, രാജഭരണം നിർത്തലാക്കി. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇപ്പോൾ എന്താണ് അവിടുത്തെ ജനങ്ങളുടെ മുൻപിലുള്ളത്? ഡെമോക്രസിക്ക് പ്രാധാന്യം ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് ഉണ്ടാക്കിയെടുക്കണം. The reason that they do not want to continue with the previous constitution is because it does not reflect the idea of the country that they want Nepal to be and they have fought for. കണ്ടോ, ഇവിടെ ഇവർക്ക് എന്തുകൊണ്ടാണ് പഴയ കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് വേണ്ടാത്തത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പ്രീവിയസ്ലി, അതായത് തൊട്ട് മുൻപത്തെ ടോപ്പിക്കിൽ. ഒരു ഡെമോക്രസി എന്ന് പറയുന്നത് ആ ഒരു ഗവൺമെൻറ് എങ്ങനെ റൺ ചെയ്യണം എന്നുള്ള കാര്യവും, പിന്നെ ജനങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസം എങ്ങനെയാണ് അവരുടെ രാജ്യം ഉണ്ടാവേണ്ടത്, ഈ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇത് രണ്ടും നേപ്പാളിലില്ല.
അതുകൊണ്ട് തന്നെ ഡെമോക്രസി വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി എഴുതണമെന്ന് ആഗ്രഹമുണ്ടായി. കാരണം അവരുടെ വിശ്വാസങ്ങളോ അവരുടെ രാജ്യം എങ്ങനെയാവണം എന്നുള്ളൊരു ഐഡിയ ഒന്നും പഴയ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്താണ്, കിങ്ങിന് അൾട്ടിമേറ്റ് പവർ അതോടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും മാറ്റി എഴുതി ഡെമോക്രസീനെ പൊക്കിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തി കാണിക്കുന്ന പിന്നെ ജനങ്ങളുടെ ഐഡിയാസിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് എഴുതി എടുക്കണമായിരുന്നു. As in the game of football, in which a change in the constitutive rules will change the game altogether, Nepal, by moving from a monarchy to a democratic government, needs to change in all its constitutive rules in order to usher in a new society. സോ നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഒരു ഫുട്ബോൾ ഗെയിമിൻ്റെ കാര്യം. അപ്പോൾ അവിടെ എന്താ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ സംസാരിച്ചിരുന്നത്? ഫുട്ബോൾ ഗെയിമിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റൂൾസ് എന്ന് പറഞ്ഞത്. ഇവയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയാൽ ആ ഒരു ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിം ആവുമോ? ഇല്ല, അതിന് പകരം വേറൊരു ഗെയിം ആവും. നമ്മൾ ഫൈനലി പറഞ്ഞായിരുന്നു കാലുവെച്ച് കളിക്കാനുള്ള ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിം ആ ഒരു പ്ലെയേഴ്സ് എല്ലാവരും കൈകൊണ്ട് കളിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് റൂളിൽ ചേഞ്ച് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നെ അതിന് ഫുട്ബോൾ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല. ഇതേപോലെ തന്നെ നേപ്പാളിൽ എന്തായാലും ഇത്രയും നാളും ആരാണ് ഭരിച്ചിരുന്നത്? മൊണാർക്കിയാണ് ഭരിച്ചിരുന്നത്. സോ രാജഭരണത്തിൽ നിന്നും എങ്ങോട്ടാണ് കൺവേർട്ട് ആയിരിക്കുന്നത്? ഡെമോക്രാറ്റിക് ഗവൺമെന്റിലേക്ക്, ജനാധിപത്യ രീതിയിലുള്ള ഒരു ഗവൺമെന്റിലേക്കാണ് ചേഞ്ച് ആയിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അത്രയും നാളും ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂട്ടീവ് റൂൾസിൽ എല്ലാം ഒരു ചേഞ്ച് വരികയാണ്. ബിക്കോസ് എന്താണ്, ഇപ്പോൾ അവരുടെ സൊസൈറ്റിയിൽ ഉള്ള ഉപഭോക്താക്കൾ, അഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾ എന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ അവരുടെ സൊസൈറ്റിയിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ്? ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ്. അവരുടെ അഷർ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റൂൾസ് എല്ലാം മാറ്റി പുതിയ മൊണാർക്കിയുടെ സമയത്തുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കോൺസ്റ്റിറ്റ്യൂട്ടീവ് റൂൾസ് എല്ലാം മാറ്റി ഡെമോക്രാറ്റിക് ഗവൺമെന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വേറൊരു രീതിയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് ഉണ്ടാക്കി എടുക്കണം. മനസ്സിലായല്ലോ? This is why the people of Nepal are in the process of writing a new constitution for the country. അതുകൊണ്ടാണ് വീണ്ടും അവർക്ക് ഓൾറെഡി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു 1990 അല്ലേ. സോ അത് വേണ്ട, ഇനി നമുക്ക് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞ് നേപ്പാളിലെ ജനങ്ങൾ എല്ലാവരും കൂടി ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അവരുടെ രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സിലേക്ക് ഇറങ്ങി. The caption alongside elaborates Nepal's struggle for democracy. The second important purpose of a constitution is to define the nature of a country's political system. സോ ആദ്യത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയാണല്ലേ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്, അവർക്ക് ജീവിക്കാൻ വേണ്ടി, അവരുടെ കംഫർട്ടിന് വേണ്ടി. അടുത്ത ഇമ്പോർട്ടൻറ്റ് പേർപ്പസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ വേറൊരു പർപ്പസ്. ഒത്തിരി പർപ്പസ് ഉണ്ട്, ഒത്തിരി ഉപയോഗങ്ങളുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടല്ലേ. അതിൽ മറ്റൊരു ഉപയോഗമാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ഫോർമുലേഷൻ. For example, Nepal's earlier constitution stated that the country was to be ruled by the king and his council of ministers. അപ്പോൾ ആദ്യത്തെ നേപ്പാളിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറഞ്ഞിരുന്നത്? രാജാവിൻ്റെ കീഴിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സുമായിരിക്കും ആ രാജ്യം ഭരിക്കുന്നതെന്ന്. In countries that have adopted a democratic form of government or polity, the constitution plays a crucial role in laying out certain important guidelines in government decision making within these societies. So, ഡെമോക്രാറ്റിക് ഫോമായിട്ടുള്ള ഗവൺമെൻറ്റുകൾ എല്ലാം തന്നെയും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഗവൺമെൻറ്, ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ പോളിറ്റി ഫോളോ ചെയ്യുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിൽ അപ്പോൾ എന്തിനായിരിക്കും ഇമ്പോർട്ടൻസ് ഉള്ളത്? കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരിക്കും ഇമ്പോർട്ടൻസ് ഉള്ളത്. അവിടുത്തെ മെയിൻ റോൾ, അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ എന്ന് പറയുന്നത് തന്നെ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ എങ്ങനെയൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഗവൺമെൻറ്റിൻ്റെ
ഡിസിഷൻസ്, റണ്ണിങ്, എങ്ങനെയാണ് ഒരു പുതിയ ഗവൺമെൻറ് വരേണ്ടത്, അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇവയ്ക്കെല്ലാം ആരാണ് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത്? അവിടെ ജീവിക്കുന്ന അവിടുത്തെ സൊസൈറ്റിയിലുള്ള ജനങ്ങളാണ് അവിടുത്തെ ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളത്. അവരാണ് ഗവൺ ചെയ്യുന്നത്. അവരാണ് ഈ ഒരു ഗവൺമെൻറ് എങ്ങനെ റൺ ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് എല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള നിയമങ്ങളൊക്കെ എവിടെ എഴുതിയിട്ടുണ്ടാവും? കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ടാവും. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള റിട്ടൺ ലോസ്, റൂൾസ്, പ്രിൻസിപ്പിൾസിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിന്. The country of Nepal has witnessed several people's struggle for democracy. അപ്പോൾ നേപ്പാളിൽ പലതരത്തിലുള്ള എന്താ പറയുക പീപ്പിൾസ് സ്ട്രഗിൾ, ജനങ്ങളാൽ ഉണ്ടായിരിക്കുന്ന സ്ട്രഗിളുകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഡെമോക്രസിക്ക് വേണ്ടി ഒത്തിരി അനേകം സ്ട്രഗിളുകൾ അവിടെ നടന്നിട്ടുണ്ട്. There was a people's struggle in 1990 that to establish democracy that lasted only for 12 years until 2002. 2002 വരെ മാത്രം നീണ്ടു നിന്ന ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് നേപ്പാളിൽ ഇടയ്ക്കുണ്ടായി. എപ്പോഴാണ്? 1990 മുതൽ 2002 വരെ. ഞാൻ പറഞ്ഞായിരുന്നു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു 1990 അല്ലേ. സോ 1990 മുതൽ 2002 വരെ അവർക്കൊരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് ഉണ്ടായിരുന്നു, ഈ പറയുന്ന സ്ട്രഗിളുകളെല്ലാം കഴിഞ്ഞിട്ട്. In October 2002, King Gyanendra, citing the Maoist uprising in the countryside as his reason, began taking over different aspects of the government within the army's assistance. അപ്പോൾ ഒക്ടോബർ 2002 ഗ്യാനേന്ദ്ര എന്ന് പറയുന്ന അവിടുത്തെ രാജാവ്, അപ്പോൾ ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണുള്ളത്, അൾട്ടിമേറ്റ് അതോറിറ്റി വെസ്റ്റ് വിത്ത് ദ ഹാൻഡ് ഓഫ് ദ കിങ്. അപ്പോൾ 2002 ഒക്ടോബറിൽ കിങ് ഗ്യാനേന്ദ്ര വെറുതെ ചെറിയ മുട്ടാപ്പോക്കുകളൊക്കെ പറഞ്ഞു. അതായത് മാവോയിസ്റ്റ് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കൺട്രി വളരെ ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആർമിയുടെ സപ്പോർട്ടോടുകൂടി ഗവൺമെൻറ്റിനെ പിടിച്ചടക്കി അദ്ദേഹത്തിൻ്റെ ഫുൾ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. ദ കിങ് ദെൻ ഫൈനലി ടുക്ക് ഓവർ ആസ് എ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ ഫെബ്രുവരി 2005. 2005 അദ്ദേഹം സ്വമേധയാ ഞാനാണ് ഈ ഒരു രാജ്യത്തിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞ് വീണ്ടും ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഹെഡായിട്ട് അദ്ദേഹം കയറിയിരിക്കുകയാണ്. In November 2005, the Maoists joined other political parties to sign a 12-point agreement. 2005 ആയപ്പോഴത്തേക്കും മാവോയിസ്റ്റിൻ്റെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്ന മറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ചേർന്ന് ഒരു 12-point എഗ്രിമെൻ്റ്, ഒരു കരാറ് ഒപ്പിടുകയാണ്. This agreement signaled to the larger public an imminent return to democracy and peace. So ഈ ഒരു എഗ്രിമെൻ്റ് വഴി ജനങ്ങൾക്ക് മനസ്സിലായി ഇവർക്ക് തിരിച്ച് ഡെമോക്രസിയിലേക്ക് വരാൻ കഴിയും, ഇനി നമുക്ക് സമാധാനവും സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ടായി. In 2006, this people's movement for democracy began gaining immense force. 2006 ആയപ്പോൾ ഈ പറയുന്ന പീപ്പിൾസ് ഫോഴ്സിന് ഭയങ്കരമായിട്ടും സപ്പോർട്ട് കിട്ടാൻ തുടങ്ങി, കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ തുടങ്ങി. ഇറ്റ് റിപ്പീറ്റഡ്ലി റിഫ്യൂസ്ഡ് ദ സ്മോൾ കൺസെഷൻസ് ദാറ്റ് ദ കിങ് മെയ്ഡ് ആൻഡ് ഫൈനലി ഇൻ April 2006 the king restored the third parliament and asked the political parties to form a government. അപ്പോൾ രാജാവിന് മനസ്സിലായി എന്ത്, ജനങ്ങളുടെ പീപ്പിൾ സ്ട്രഗിൾ വളരെ സ്ട്രോങ് ആവുകയാണ്, ആൾക്കാർ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പീപ്പിൾ മൂവ്മെൻറ്റിനെയാണ്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രക്ഷയില്ല എന്ന് കണ്ട് 2006 അദ്ദേഹം വീണ്ടും ഒരു മീറ്റിംഗ് കൂട്ടി പറയുകയാണ്, ഇനി ഞാൻ ഒഴിയുകയാണ്, നിങ്ങൾ ഗവൺമെൻറ് ഒരു പാർലമെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കി അധികാരമേറ്റോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം വിട്ടുകൊടുക്കുകയാണ് പിന്നെ ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ ഡേഞ്ചറിലാണെന്നുള്ള കാര്യം. In 2007, Nepal adopted an interim constitution. അപ്പോൾ ഇൻ്ററിം എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലികം അല്ലേ. സോ താൽക്കാലികമായിട്ട് 2007 നേപ്പാളിന് വേണ്ടി ഒരു ചെറിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കുകയും പിന്നീട് അവർ നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ദ അബവ് ഫോട്ടോസ് ഷോ സീൻസ് ഫ്രം ദ പീപ്പിൾസ് മൂവ്മെൻറ്റ് ഫോർ ഡെമോക്രസി ഇൻ 2006. സോ ഈ ഒരു പിക്ചറിൽ കാണാൻ കഴിയുന്നത് 2006 അന്ന് പീപ്പിൾസ് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രക്ഷോഭങ്ങൾ നടത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. So the purpose of constitution in the topic നമ്മൾ wind up ചെയ്യാണ്. Continuation of this chapter will be on next video. So please do watch, like, share and subscribe. ഫ്രണ്ട്സിനോട് എല്ലാം പറയാൻ മറക്കില്ല കേട്ടോ. Bye.